കോതമംഗലം കുട്ടമ്പുഴ പഞ്ചായത്തിലെ പിണവൂർക്കുടിയിൽ ട്രെഞ്ച് നിർമ്മാണം പുരോഗമിക്കുന്നു. ട്രെഞ്ച് നിർമ്മിക്കാൻ 2 വർഷം മുൻപ് നൽകിയ വാഗ്ദാനം പാലിക്കാൻ ഒരു ജീവൻ കൂടി പൊലിയേണ്ടി വന്നുവെന്നതാണ് യാഥാർത്ഥ്യം. ക്ണാച്ചേരിയിൽ എൽദോസ് എന്ന യുവാവ് കഴിഞ്ഞ ദിവസം കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതിനെ തുടർന്നുണ്ടായ ജനരോഷം തണുപ്പിക്കുന്നതിനാണ് ഇപ്പോൾ തൊട്ടടുത്ത പ്രദേശമായ പിണവൂർക്കുടിയിൽ ട്രെഞ്ച് നിർമ്മാണം ആരംഭിച്ചിരിക്കുന്നത്. 2 വർഷം മുൻപ് പിണവൂർക്കുടി ആദിവാസി കോളനിയിലെ സന്തോഷിനെ കാട്ടാന ആക്രമിച്ചു കൊന്നതിനെ തുടർന്ന് നൽകിയ വാഗ്ദാനമായിരുന്നു 8 കിലോമീറ്റർ നീളുന്ന ട്രെഞ്ച് നിർമ്മാണം. വൈകിയാണെങ്കിലും ട്രെഞ്ച് നിർമ്മാണം ആരംഭിച്ചതിൽ സന്തോഷമുണ്ടെന്നും ട്രെഞ്ച് ഉടൻ പൂർത്തിയാക്കണമെന്നും പ്രദേശവാസിയായ രാമനും പഞ്ചായത്ത് അംഗങ്ങളായ സിബിയും ജോഷി പൊട്ടക്കലും പറഞ്ഞു. ഇത് എന്താണെങ്കിലും ഇത് ഞങ്ങൾക്ക് ഈ പണിയാൻ തുടങ്ങുന്നതിൽ വളരെ സന്തോഷമുണ്ട്. എത്രയും പിടിയുന്ന ഇത് എങ്ങനെയൊന്നും പണി തീർത്ത് വരണം. ആനയുടെ ശല്യം ഭയങ്കരമാണ്. ഇത് കണ്ടില്ലേ, ഇതുവരെ തട്ടിത്തകർത്ത് അകത്ത് കയറും. ഇത് കണ്ടില്ല, ഇത് മറിച്ചിട്ടിരിക്കണേ. ഇത് മൊത്തം മറിച്ച് ഇത് മൊത്തം ഇട്ടിരിക്കുക. ഇത് എങ്ങനെയെങ്കിലും ഇത് പണി തീർന്നു. ഞങ്ങളെ കുഞ്ഞുങ്ങളും കുട്ടികളും ഒക്കെ സ്കൂളിൽ പോയിട്ട് വരുമ്പോഴൊക്കെ ഭയങ്കര പ്രശ്നങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് എങ്ങനെയെങ്കിലും ഈ കിടങ്ങ് തീർത്ത് തരണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. ആദിവാസികളായ ഞങ്ങൾ ഇത് അപേക്ഷിക്കുകയാണ് സാറേ. ഇതെങ്ങനെയെങ്കിലും എത്രയും പിടി ഇരുന്ന് ഞങ്ങൾക്കിത് തീർത്ത് തരണം ഈ കിടങ്ങുകൾ. ഇതിപ്പോൾ ഇങ്ങനെ വെറുതെ ഇത് ചെയ്തിട്ട് പോട്ടെ, ഇത് ശരിക്കും താഴ്ത്തി ഇത് മൊത്തത്തിലൊന്ന് പണി തീർത്ത് തരണമെന്ന് അപേക്ഷിക്കുകയാണ് ഈ ആദിവാസികളായ ഞങ്ങൾ. ഇന്ന് പിണൂർക്കുടി വെളിയത്തുപറമ്പ് മേഖലയിൽ ഇന്നലെ തന്നെ ട്രെഞ്ചിൻ്റെ പണി ആരംഭിച്ചു. അതിൽ വളരെ സന്തോഷമുണ്ട്. ഈ പണി പൂർത്തീകരിച്ച് വന്യമൃഗങ്ങളുടെ ശല്യം ഒഴിവാക്കി ഇനിയൊരു മരണം ഇവിടെ ഉണ്ടാവാതിരിക്കാനുള്ള ശ്രമം തുടരണം. ട്രെഞ്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ, അത് പൂർത്തീകരിക്കണം. പൂർത്തീകരിച്ച് ഒരു വന്യമൃഗത്തിൻ്റെ ആക്രമണം ഉണ്ടാവാതിരിക്കാനുള്ള പരിശ്രമം ഗവൺമെൻറ് ഭാഗത്ത് ഉണ്ടാവും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആ ട്രെഞ്ചിൻ്റെ അളവിനെ സംബന്ധിച്ച ആളുകൾക്ക് ആശങ്കയുണ്ട്, അതുപോലെ തന്നെ ആക്ഷേപവുമുണ്ട്. അത് വീതി കുറവാണ് എന്ന രീതിയിലാണ് ആളുകൾ പറയുന്നത്. തന്നെയുമല്ല, ഇപ്പോൾ ട്രെഞ്ച് കുഴിക്കുന്നത് 1.5 വർഷങ്ങൾക്ക് മുമ്പ് സന്തോഷം മരിച്ചപ്പോൾ അന്ന് തന്ന സർക്കാരിൻ്റെ ആ ഒരു വാഗ്ദാനമാണ് ഇപ്പോൾ നടപ്പിലാക്കുന്നത്. പിണവൂർക്കുടി സൈഡിലാണ് ട്രെഞ്ച് ഇപ്പോൾ താത്തുന്നത്. ഒപ്പം അടിയന്തരമായി തന്നെ ഈ ക്ണാച്ചേരി ഭാഗത്തും ഈ ട്രെഞ്ചിൻ്റെ പണികൾ തുടങ്ങണമെന്നാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. ക്ണാച്ചേരി ഭാഗത്ത് ട്രെഞ്ചിൻ്റെ പണികൾ ആരംഭിച്ചിട്ടില്ല. അത് പിണവൂർക്കുടി സൈഡിൽ ട്രെഞ്ച് കുത്തി വരുമ്പോൾ ഇനിയും എത്രയോ ദിവസങ്ങൾ പിടിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ പിണവൂർക്കുടിയിൽ പണിയുന്നതോടൊപ്പം തന്നെ ക്ണാച്ചേരി ഭാഗത്തും ഈ ആക്സിഡന്റ് ഉണ്ടായ സ്ഥലത്തും ഈ ട്രെഞ്ചിൻ്റെ പണികൾ അടിയന്തരമായി തുടങ്ങണം എന്നാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. എന്നാൽ മാത്രമാണ് ജനങ്ങൾക്ക് ഇനി ആ വഴിയിൽ കൂടെ സ്വൈര്യമായിട്ട് സമാധാനത്തോടെ പേടിക്കാതെ സഞ്ചരിക്കാൻ സാധിക്കുകയുള്ളൂ. അതിന് സർക്കാരിൻ്റെ ഇടപെടൽ ഉണ്ടാവണമെന്ന് എത്രയും വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.